ഫോട്ടോ ഉണ്ടല്ലോ. കണ്ടു മേഡം. അവനിപ്പോ പരോളിൽ പുറത്തുണ്ട്. അവൻ വലിയ മസിൽമാനൊന്നും അല്ല. നിങ്ങൾ ഒരാൾക്ക് വേണമെങ്കിലും ആയുധമായി ചെന്ന് അവരെ തീർക്കാം. അവൻ എവിടെയാ താമസിക്കുന്നറിയോ? അതൊന്നും എനിക്കറിയില്ല. പരോളിൽ ഇറങ്ങിയതല്ലേ. ഏതെങ്കിലും ചെറിയ ലോഡ്ജിലോ മറ്റോ ആയിരിക്കും അവൻ താമസിക്കുന്നത്. ടെക്സ്റ്റൈൽസിലെ CCTVയിൽ നിന്ന് ലഭിച്ചതാ അവൻ വന്ന വാഹനത്തിന്റെ നമ്പർ. അതാ നിങ്ങൾക്ക് ഞാൻ തന്നത്. അത് മതി, അത് വെച്ച് ഞങ്ങൾ അവനെ പൊക്കിക്കോളാം. പരോളിൽ ഇറങ്ങിയതല്ലേ, അപ്പൊ ഇവിടെ അടുത്തെവിടെന്നെങ്കിലും ബൈക്ക് വാടകയ്ക്ക് എടുത്തതായിരിക്കും. ബൈക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലമൊക്കെ ഞങ്ങൾക്കറിയാം. അത് വെച്ച് ഞങ്ങളൊന്ന് അന്വേഷിക്കും. അറിയാലോ, പരോളാണ്. എത്രയും പെട്ടെന്ന് അവൻ തിരിച്ചു പോകും. പക്ഷെ അങ്ങനെ പോകരുത്. പണത്തിന് വലിയ ബുദ്ധിമുട്ടുള്ള സമയം. എങ്കിലും ഞാനത് കാര്യാക്കുന്നില്ല. നിങ്ങളെ ഏൽപ്പിച്ച ജോലി നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പറഞ്ഞ തുകയും കയ്യിലെത്തിയിരിക്കും. പിന്നെ വളരെ രഹസ്യമായിട്ട് അവരുടെ ബോഡി മറവ് ചെയ്യണം. ഇനി അവ മരിച്ച ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയാ, അതായത് നിങ്ങളെ പോലീസ് പിടിക്കാൻ മറ്റോ ചെയ്താ, എന്റെ പേര് ധൈര്യമായിട്ട് പറഞ്ഞു ഞാനാണ് ആ കൊലപാതകം ചെയ്യിച്ചെന്ന് പോലീസിന് മൊഴി കൊടുത്തോ. അവരെന്നെ അറസ്റ്റ് ചെയ്യട്ടെ, ജയിലിട്ടോട്ടെ. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. അവൻ ജീവിച്ചിരിക്കുന്നത് എന്റെ തലവേദന. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. എന്താ അത് അവന്റെ ഗുണ്ടകളാ. അവന്മാർക്ക് സൈഡിൽ നിന്ന് കൊടുക്കണ്ട. വിട്ടോ അടിച്ചുവിട്ട് നോക്കൂ. ആരാ നീ? മുട്ടയൊക്കെ കഴിച്ചത് ശരീരം ഒന്ന് ശരിയാക്കണം. കാട്ടിലായിരുന്നത് കൊണ്ട് പെട്ടെന്നെല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഏതായാലും അംഗം കുറിച്ച് നടക്കല്ലേ. പ്രധാന സ്ഥലങ്ങളിലൊക്കെ അളിയന്റെ ഫോട്ടോ ഉള്ളത് കൊണ്ടാ കുഴപ്പമായത്. അതുകൊണ്ടാ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായത്. ഇതുപോലെ ചെന്നൈയിൽ സംഭവിച്ചില്ലേ? പിടികിട്ട പുള്ളിയായിട്ട് എന്നെ 1-2 തവണ പ്രഖ്യാപിച്ചതല്ലേ. ഇവിടെ പക്ഷേ കുറച്ചുകൂടി റിസ്ക് ഉണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. ആ റിസ്ക് ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സത്യത്തിൽ ഇവിടേക്ക് വന്നപ്പോ ആ കിരണ്യം ഭാര്യയൊക്കെ എന്റെ കയ്യിൽ കിട്ടിയതാ. അന്ന് അവരാരും എന്റെ ടാർഗറ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഉദാസീനത കാണിച്ചു. കിരണ്യെ ആദ്യം ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ ഇന്നീ കാർത്തികയും അവളുടെ അമ്മയൊന്നും ഈ ഭൂമുഖത്തുണ്ടാവുമായിരുന്നില്ല. അവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാമായിരുന്നു. എന്റെ പിറകെ വരുന്നുണ്ട് ആ കിരൺ. എവിടെ? ഓടിക്കോ, ഇപ്പൊ എത്തും. ഓട്. അവൻ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. അത് പറഞ്ഞു നിൽക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. അതിന് പേപ്പട്ടി പോലെ തല്ലേണ്ട കാര്യമുണ്ടോ? ചേട്ടന്മാരെ ഇവൻ പേ പിടിച്ച നായിനെയാണ്. ചേട്ടാ അവനൊരു പിടിയിട്ട പുള്ളിയാ. അവനെ പോലുള്ളവനെ ജീവിക്കാൻ പാടില്ല. നീ ഒന്ന് അടങ്ങ്. ഇവിടെ കിടന്ന വെറുതെ സീൻ ഉണ്ടാക്കരുത്. പറയുന്ന കേക്ക്. എന്റെ ചേട്ടന്മാരെ ഇവന്റെ ഫോട്ടോ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡും അവിടുത്തെ കവലയിലൊക്കെ ഉണ്ട്. അതിന് ഞങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. ചേട്ടാ അവനാണ് പിടിയിട്ട പുള്ളി ഗംഗാപ്രസാദ്. കുറച്ച് ദിവസമായിട്ട് അവന്റെ പടവും വാർത്തയൊക്കെ പത്രത്തിൽ വരുന്നുണ്ടല്ലോ. എന്റെ ചേട്ടാ അവൻ ആരെ കൊല്ലണം തിന്നണമെന്ന് പറഞ്ഞ് നടക്കുന്നവനാ. അവനെ പോലുള്ളവനൊക്കെ ജീവിച്ചിരിക്കാൻ പാടില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവനെ കണ്ടുപിടിച്ചത്. അപ്പോഴാണ് നിങ്ങൾ എല്ലാവരും കൂടെ വന്ന് എന്റെ ജോലി തടസ്സപ്പെടുത്തിയത്. നിങ്ങൾ പറയുന്ന മാത്രം വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഇത് കുഴപ്പം പിടിച്ച ഒരു സ്ഥലമാണ്. ഇവിടെ ഇതുപോലുള്ള തല്ലുവഴക്കൊക്കെ നിത്യ സംഭവമാണ്. അയ്യാ ഇവരോടൊന്നും നമുക്ക് കാര്യമില്ല. അയ്യാ വരാൻ നോക്കി. എങ്കിലും വലിയ കഷ്ടമായി പോയി ചേട്ടന്മാരെ. ഗംഗാപ്രസാദ് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ അടിച്ചു നോക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ സത്യമാണോ. അവന്മാര് പറഞ്ഞ സത്യമായിരിക്കോ? എനിക്ക് തോന്നുന്നില്ല. ആ പാവത്തിന് അവൻ ഇവിടെ തല്ലി ചതിക്കുകയായിരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളാതിരിക്കാനായി അവന്മാര് കഥയുണ്ടാക്കിയതായിരിക്കും ചിലപ്പോ. ചേട്ടാ ഈ ഫോട്ടോ കാണുന്ന ഇയാൾ ഇതുവഴി പോകുന്നതായിരുന്നു. ഇല്ലല്ലോ. എന്ത് പറ്റി? എന്തെങ്കിലും അപകടം പറ്റിയോ? ആ ചേട്ടാ ചെറിയൊരു അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ഒരാളെ കണ്ടില്ല സാർ. അവരെ കൊന്ന് കടലിൽ എറിയണമെന്ന് കരുതിയത് വഹിച്ചു. നടന്നില്ലല്ലോ. ഇത്തവണ പണി പറ്റിച്ചത് കഥ അറിയാത്ത ആൾക്കാരാ. അവരിൽ ആരെങ്കിലും ഒരാൾ അവന്റെ വാണ്ടഡ് എന്ന ചിത്രം ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. എന്നാ ഞാൻ വിളിച്ച് പറഞ്ഞതാ അവനൊരു പിടികിട്ടാ പുള്ളിയാണെന്ന്. പക്ഷെ ആരും കേട്ടില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. ആയുസ് അവന് കുറച്ചുകൂടെ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. ആ ആയുസാണ് അറിയാ പ്രശ്നം. ഓ കല്യാണ മണ്ഡപത്തിൽ വരുമോ എന്റെ പേടി. ഓൻ എന്ത് ചെയ്യാൻ വേണ്ടിയില്ലാത്തതാണല്ലോ. ഓന്റെ ജീവിതലക്ഷ്യം തന്നെ കാർത്തികേയച്ചനെ ഒരമ്മേനെയും കൊല്ലാന്നുള്ളതാണല്ലോ. നമുക്കേ ഒന്നുകൂടെ നോക്കാം. ചെറിയൊരു പഴുത് കിട്ടിയ അതിലൂടെ രക്ഷപ്പെടുന്നവൻ അവൻ. ഇനി അവൻ എങ്ങോട്ട് പോയിന്നറിയില്ല. എന്നാലും അവൻ ഇവിടൊക്കെ തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ചോ. ഡോക്ടർ. കിരണോ വന്ന് ഇരിക്കെ. ഡോക്ടറെ ഇവിടെ വളരെ ക്രിട്ടിക്കലായ നിലയിൽ ആരെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? എന്ത് പറ്റി? ആ ഗംഗാപ്രസാദിനെ ഞാൻ കടപ്പുറത്തിട്ട് തല്ലി ചതിച്ചിരുന്നു. അവനെന്തായാലും ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. അങ്ങനെങ്കിൽ ഹോസ്പിറ്റലിൽ പോലീസിനെ കൊണ്ട് നിറയത്തില്ല. അവനോട് വന്നിട്ടില്ല. ഇനി കൊണ്ടുവരുമെന്നും അറിയത്തില്ല. വരുന്ന വഴിക്ക് ഞാൻ 1-2 ഹോസ്പിറ്റലിൽ കയറി. അവിടെ ഒന്നും എത്തിയിട്ടില്ല. അമനുവിനെ ഇവിടെ കൊണ്ടുവന്ന് ആ കുട്ടിയുടെ അവസ്ഥയൊക്കെ കേട്ട ശേഷം അവനെ തല്ലിക്കൊല്ലണമെന്നാ എനിക്ക് പോലും തോന്നിയത്. ഡോക്ടർമാർ രോഗികളെ രക്ഷിക്കാൻ ശ്രമിക്കാണ് പതിവ്. പക്ഷേ ഇവനെ പോലുള്ളവന്മാരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. ഡോക്ടറെ അങ്ങനെയാണെങ്കിൽ അവൻ ഈ ഹോസ്പിറ്റലിൽ വന്ന് കയറിയ അവനെ തീർത്ത് തന്നൂടെ ഡോക്ടറെ? ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ കിരണേ. ഈ ക്രിമിനൽസിനും ശക്തമായ ചില ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ഒരുത്തി അവനുമായിട്ട് നല്ല അടുപ്പമുള്ള കൂട്ടത്തിലല്ലേ. അവന്റെ മരണം കൊലപാതകമാണെന്ന് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും. മരിക്കുന്നവൻ ക്രിമിനൽ ആയാലും കൊലയാളിയായാലും അവൻ മരിച്ചു കഴിഞ്ഞാൽ കഥ മാറും. അത് ശരിയാ. എന്തായാലും ഞാനൊന്ന് അച്ഛനെ കണ്ടിട്ട് വരാം ഡോക്ടറെ. ശരി. കുഴപ്പമില്ല. അല്ല അമ്മ ഇങ്ങോട്ട് പോയി? ഞാൻ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതാ. ഇവിടെ ഇരിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് ഇടേണ്ടി വരുവേ. കല്യാണി വന്നപ്പോഴും ഞാൻ അതൊന്നും പറഞ്ഞില്ല. എന്ത് പറ്റി? എടാ അമ്മയ്ക്ക് BP ഉള്ളതല്ലേ. പിന്നെ ഇടയ്ക്കാണെങ്കിൽ ഞാൻ ക്രിട്ടിക്കലായ സമയത്ത് നേർന്ന് അയാള് തലമുടിയും കളഞ്ഞു. തലമുണ്ടനം ചെയ്തത് നമുക്ക് എല്ലാവർക്കും അപകടം ഉണ്ടാവും അറിഞ്ഞിട്ടാ. എടാ നീ കല്യാണത്തിന്റെ തിരക്കില്ലല്ലേ. പിന്നെ ഒരുത്തന്റെ ഭീഷണി ഉള്ളതുകൊണ്ട് അവിടെ തന്നെ നിൽക്കണ്ടേ. നീ നിൽക്കുന്നതാണ് എല്ലാവർക്കും സമാധാനം. അത് പറയാൻ കൂടിയാ ഞാൻ വന്നത്. ആ ഗംഗാപ്രസാദിനെ വീണ്ടും കയ്യിൽ കിട്ടിയച്ച ഇടിച്ച് അവന്റെ ഭാര്യയിലെ ഞാൻ തകർത്തിട്ടുണ്ട്. പക്ഷെ അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു. കടപ്പുറത്ത് വെച്ചാൽ ഞാൻ അവനെ തല്ലിയത്. അതിനിടയ്ക്ക് വള്ളക്കാരെല്ലാരും കൂടെ വന്ന് എന്നെ തടസ്സം പിടിച്ചു. അതിനിടയ്ക്ക് അവൻ മുങ്ങിക്കളഞ്ഞു. എന്നാലും ഒരിക്കൽ കൂടി ഗംഗാപ്രസാദ് രക്ഷപ്പെട്ട് കളഞ്ഞു അല്ലേ? ആ ബൈജും എന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് അവന് കാറിൽ എടുത്തേണ്ടി വന്നു. അവന്റെ കാലിന് തീരെ വയ്യ. ആ ആക്സിഡന്റിന് ശേഷം പൂർണ്ണമായും അവൻ റിക്കവറും ആയിട്ടില്ല. രക്ഷപ്പെട്ടെങ്കിലും നല്ല തല്ല ഞാൻ തല്ലിയത്. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കയറി ഇറങ്ങുക.
എവിടെയെങ്കിലും അവൻ അഡ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ. മോനെ അവനെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും പോലീസിനെ വിവരം അറിയും. ഇതുപോലൊരു ജന്മത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അച്ഛനിപ്പോ ഈ ഹോസ്പിറ്റലിൽ കിടക്കാൻ പോലും കാരണം അവനല്ലേ. എത്ര വിദഗ്ധമായിട്ട് അവൻ പെയിനകത്ത് വിഷം കലർത്തിയത്. അത് കഴിച്ചിരുന്നെങ്കിലേ നമ്മളെല്ലാവരും ഇന്ന് കാണത്തില്ലായിരുന്നു. ആ മനോഹരനെ പോലെ തലച്ചോറ് കൊണ്ട് ജീവിക്കുന്നവനാ ഗംഗാപ്രസാദ്. പക്ഷേ മനോഹറിന്റെ തലച്ചോറില് കുറച്ച് വെള്ളി വെളിച്ചുണ്ടായിരുന്നു വെച്ചാ. അതുകൊണ്ട് അവനിപ്പോ നല്ല മാറ്റമുണ്ട്. പക്ഷേ ഒരിക്കലും മാറാത്ത രണ്ടെണ്ണത്തിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഗംഗാപ്രസാദും വിക്രവുമാണ്. അപ്പൊ രാഹുലോ അവൻ മാറിന്നാണോ നീ പറയുന്നത്? അയാളുടെ കാര്യം പോട്ടെ, ഈ രണ്ടെണ്ണവും വല്ലാത്ത ജന്മങ്ങളായി പോയച്ച. എത്ര തല്ലുകൊണ്ടാലും മനക്കെട്ടി ഉള്ളതുകൊണ്ട് ഗംഗാപ്രസാദിന് വേദന അറിയില്ല. വിക്രത്തെ ഇവനെ പോലെ ഭയക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവൻ അങ്ങനെയല്ല, ഭയത്തി തെളിഞ്ഞവനാ. അവന്റെ അടവുകളൊന്നും വിലപ്പോവാതെ പോയത് ഇവിടെ വന്നതിന് ശേഷം. വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് പോലും അവനിപ്പോ പേടിയില്ല. എല്ലാവരും അവനിന്ന് കണ്ടുകെട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ഞാൻ ഈ അവസ്ഥയിലായത് പിന്നെ രൂപ പോലും അങ്ങനെ മോനെ. അയാൾക്ക് പോലും ധൈര്യം വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അമ്മ വരുന്നവർ ഞാനിവിടെ ഇരിക്കാം. അതൊന്നും വേണ്ട. ഇവിടെ ബൈസ്റ്റാൻഡേഴ്സിനെ പോലെയാണ് നേഴ്സുമാര് വന്നും പോയി നിൽക്കുന്നത്. നമുക്കൊരു പ്രത്യേകിച്ച് കെയർ കിട്ടും. അതുകൊണ്ട് നീ പൊയ്ക്കോ. നിന്റെ ആവശ്യം ഇപ്പൊ അവിടെയാ വേണ്ടത്. കല്യാണത്തിന് എന്തായാലും ഞാൻ അവിടെ കാണും. ശരി അച്ഛാ. ശരി.